നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനെസ്സിന്റെ റിലേഷൻഷിപ്പ് സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സ്യൂസൻ കൗരത്ത്. നമ്മുടെ എല്ലാ സീരീസും അവയർനെസ്സിനായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് നല്ല രീതിയിൽ അത് ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റിയാൽ നിങ്ങളത് ചെയ്യുക. എന്തെങ്കിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുകൾ ജീവിതത്തിൽ ഉണ്ടായാൽ നിങ്ങൾ നല്ലൊരു മൈൻഡ് ആൻഡ് നമ്മുടെ സൈക്കോളജിക്കലായിട്ടുള്ള എക്സ്പേർട്സിനെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് മാരേജ് റിലേഷൻഷിപ്പിൽ ഒരു 3 സീകൾക്കുള്ള ABCDയിലെ സീകൾക്കുള്ള പ്രത്യേകതയാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. ഏറ്റവും ക്രൂഷ്യലായിട്ട് ഏറ്റവും നമ്മൾ ഹൈ ഒരു പ്രയോറിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് ഈ 3 സീകൾ. അപ്പം ഈ ആദ്യത്തെ സി എന്ന് പറയുന്നത് കോൺഫിഡൻസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ലൈഫിൽ എന്ത് കാര്യം ചെയ്യുന്നതിന് നമുക്ക് കോൺഫിഡൻസ് വേണം. അപ്പോൾ നമ്മൾ ഒരിക്കലും മാരേജിൽ എന്തിനാ ഇത്ര ഭയങ്കര കോൺഫിഡൻസിൻ്റെ ആവശ്യം എന്താ? നമ്മളൊരു അടുത്ത ഫേസിലേക്ക് കയറും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളുടെ ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിപ്പെൻഡൻറ്റ് ബീയിങ് ആയിട്ട് അതിൽ നിന്ന് അഡൾട്ട്ഹുഡിലേക്ക് ഡെവലപ്പ് ചെയ്തു വന്ന നിങ്ങൾ ആ അഡൾട്ടായിട്ട് നിന്നുകൊണ്ട് ഒരു പാർട്ട്ണർഷിപ്പിൽ കയറിക്കൊണ്ട് വീണ്ടും ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ളവരെ മെൻറ്റർ ചെയ്തു, കോച്ച് ചെയ്ത്, ഡിസിപ്ലിൻ ചെയ്ത്, വളർത്തി വലുതാക്കി അഡൾട്ട്ഹുഡിലേക്ക് വിടുന്ന ഒരു പദ്ധതിയിലേക്ക് നിങ്ങൾ കയറുകയാണ്. അതായത് നമ്മളുടെ ബേസ് ഫാമിലിയിൽ നിന്ന് നമ്മുടെ കോർ ഫാമിലി ഉണ്ടാക്കുകയാണ്. നമ്മളെല്ലാവരും പറയുന്ന പോലെ ബ്രാഞ്ച് ഔട്ട് ചെയ്യുകയാണ്. നമ്മുടെ മെയിൻ ബ്രാഞ്ചായ നമ്മുടെ ഈ ഒരു കോർ ഫാമിലി അതിനെ ബേസ് ആക്കി നിർത്തിക്കൊണ്ട് നമ്മുടെ വേറൊരു കോർ ഫാമിലിയിലേക്ക് നമ്മൾ കയറുകയാണ്. അപ്പോൾ അവിടെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ എങ്ങനെയാണ് ആ പാർട്ട്ണർഷിപ്പ് വരുന്നത്, ആ പാർട്ട്ണർഷിപ്പിലേക്ക് എനിക്ക് എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് എൻ്റെ ലിമിറ്റേഷൻസ്, എവിടെയാണ് എൻ്റെ ബൗണ്ടറീസ്, മറ്റേ പാർട്ട്ണർക്ക് ഏത് രീതിയിലാണ് കാര്യങ്ങൾ അവർ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, നമ്മൾ തമ്മിലുള്ള ആ ഒരു ഒരു ഇൻട്രാക്ഷൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു നമ്മൾ പറയും നമ്മൾ തമ്മിലൊരു കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്സിലേക്ക് നമ്മൾ വരും. അപ്പോൾ അതായത് നിങ്ങൾ ഇന്ന കാര്യങ്ങളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, ഞാൻ ഇന്ന കാര്യങ്ങളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു, അതിൻ്റെ പെർസെൻറ്റേജ് എല്ലാം നമുക്ക് വളരെ കൃത്യമായിരിക്കണം. അപ്പോൾ എന്നെ അറിയുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കോൺഫിഡൻസിൽ. അതായത് എൻ്റെ സെൽഫ് അവയർനെസ്, എൻ്റെ സെൽഫ് വാല്യൂ, എൻ്റെ സെൽഫ് വർത്ത്, എൻ്റെ സെൽഫ് പ്രൈസ് ഒക്കെ നമ്മൾ അറിയണം. എന്നിട്ടാണ് നമ്മൾ ആ ഒരു കോൺഫിഡൻസോട് കൂടിയാണ് നമ്മളൊരു വ്യക്തിയുമായിട്ട് ആ ഒരു ലൈഫ് പാർട്ട്ണർഷിപ്പ് റിലേഷൻഷിപ്പിലേക്ക് കയറേണ്ടത്. അവിടെ എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. എന്ത് എനിക്ക് ഓഫർ ചെയ്യാൻ പറ്റും, എന്ത് എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും, എവിടെ വരെ എനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും, എവിടെ വരെ എനിക്ക് ടോളറേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റും, എന്തിനെയാണ് ഞാനൊരു ഹെൽത്തി റിലേഷൻഷിപ്പായിട്ട് കാണുന്നത്, എന്തിനാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ എന്താണ് റെമഡീസ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ മാരേജിൽ പോലും എൻ്റെ സ്ട്രെങ്ത്, വീക്ക്നെസ്സസ്, ഓപ്പർച്യൂണിറ്റി, ത്രെട്ട് നമ്മൾ അനലൈസ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും സ്മൂത്തായി പോയാൽ ഓക്കെ. വാട്ട് ഇഫ് തിങ്സ് വോണ്ട് ഗോ സ്മൂത്ത്ലി, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ ഇതിലൊക്കെ എനിക്ക് നല്ല രീതിയിലുള്ള ഒരു ക്ലാരിറ്റിയും ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് നല്ല കോൺഫിഡൻസ് ആണ് ഒരു മാരേജിലേക്ക് കയറാൻ വേണ്ടിയിട്ട്. അപ്പം മാരേജ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, ആ ആദ്യത്തെ എക്സൈറ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിയുന്നത് അത് ആ ഹണിമൂൺ പീരീഡിൽ നമ്മളിപ്പം എവിടെയും അങ്ങനെയാണ്. എന്ത് കാര്യവും പുതുതായിട്ട് വരുമ്പോൾ, പുതുതായിട്ട് ചെല്ലുമ്പോൾ വളരെ എക്സൈറ്റ്മെന്റും ഭയങ്കര കാര്യങ്ങളൊക്കെയാണ്. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്താ റിയാലിറ്റി അത് നമ്മുടെ ലൈഫിലേക്ക് വരുമ്പോഴാണ് നമ്മൾ നോക്കേണ്ടത് അതിനെ ഞാൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പ്രാപ്തയാണ് അല്ലെങ്കിൽ പ്രാപ്തനാണ് എന്നുള്ളത്. അപ്പോൾ അവിടെ നമ്മുടെ കോൺഫിഡൻസ് വളരെ വലിയൊരു കാര്യമാണ്. ആ കോൺഫിഡൻസ് നമ്മളെല്ലാവരും ഡെവലപ്പ് ചെയ്യണം, ഏത് മേഖലകളിലും ഉള്ളത് എന്നതുപോലെ തന്നെ. അതുപോലെ പല റിലേഷൻഷിപ്സ് ഉണ്ട്, അതിനകത്ത് ഞാൻ എങ്ങനെ ഇൻട്രാക്ട് ചെയ്യും, വേരിയസ് ആയിട്ടുള്ള ആളുകളെ, സ്വഭാവ സവിശേഷതകൾ ഉള്ളവരെ, ചിലത് ടോക്സിക് ആയിരിക്കാം, ചിലത് ഇറിറ്റേറ്റിംഗ് ആയിരിക്കാം, ചിലത് ഹേർട്ടിങ് ആയിരിക്കാം, അങ്ങനെ പല രീതിയിലുള്ള ആളുകൾ, അതിനകത്ത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, റിലേഷൻഷിപ്പിനെ ഞാൻ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്നത്, ഇതെല്ലാം നമുക്ക് അറിയുന്ന ഒരു വ്യക്തിക്കാണ് ആ കോൺഫിഡൻസ് ഉണ്ടാകുക. ഐ ക്യാൻ മാനേജ്, എനിക്ക് ആ മാരേജിലേക്ക് കടക്കാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ്. അപ്പോൾ ദ കോൺഫിഡൻസ് മസ്റ്റ് ബി ബിൽഡ് ബിഫോർ ദ മാരേജ്, നോട്ട് ആഫ്റ്റർ ദ മാരേജ്. ഇപ്പോൾ നമ്മൾ പല പ്രശ്നങ്ങളുമായിട്ട് വരുമ്പോൾ നമ്മളതിപ്പം ബിൽഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ആളുകൾക്ക്. പക്ഷേ അതിന് മുമ്പേ ബിൽഡ് ചെയ്തിരുന്നെങ്കിൽ എത്രയോ നല്ലതാണ്, അല്ലേ? അപ്പം കോൺഫിഡൻസ് എന്ന് പറയുന്നതാണ് ഫസ്റ്റ് സി എന്ന് പറയുന്നത്. അപ്പോൾ ഈ 3 സി നമ്മുടെ തലയ്ക്കകത്ത് എപ്പോഴും ഉണ്ടായിരിക്കുന്നത്. നമ്മൾ
നമ്മുടെ ഒരു മേജർ ഫേസിലേക്ക് വരുമ്പോഴത്തേക്കും. ഇനി അടുത്തതെന്ന് പറയുന്ന രണ്ടാമത്തെ സി എന്ന് പറയുന്നത് കമ്പാഷൻ എന്ന് പറയുന്നതാണ്. കമ്പാഷൻ എന്ന് പറയുന്നത് ഒരു വ്യക്തിയോട് നമുക്ക് തോന്നത്തില്ല, സഹാനുഭൂതിയും ഒക്കെ നമുക്ക് നമ്മുടെ എമ്പതി ഒക്കെ തോന്നണമെങ്കിൽ നമുക്ക് ആ വ്യക്തിയോട് ഒരു കമ്പാഷനേറ്റ് ഒരു കെയർ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു സപ്പോർട്ട് കൊടുക്കുക, ആ വ്യക്തിയെ അതുപോലെ തന്നെ മനസ്സിലാക്കുക, കുറവുകളെയും പ്രശ്നങ്ങളെയും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ വ്യക്തിയുടെ ഓവറോൾ ആയിട്ടുള്ള കാര്യങ്ങളെയും ആ വ്യക്തി എങ്ങനെയാണ് ആ റിലേഷൻഷിപ്പിലെന്നും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. അതായത് നമുക്കറിയാം പലരും പല രീതിയിലാണ് നമ്മുടെ ആ റിലേഷൻഷിപ്പിൽ നമ്മളോട് കണക്റ്റഡ് ആയിരിക്കുന്നത്. അവരോടെല്ലാം ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള എല്ലാവരോടും സ്നേഹപൂർവ്വം പെരുമാറാൻ പറ്റും. പക്ഷെ നമ്മൾ എല്ലാവരെയും സ്നേഹിക്കണം എന്നൊന്നുമില്ല. നമുക്ക് ആ ഹേറ്റഡ് ഒന്നും കാണിക്കുക നമുക്ക് ഒരാളോട് പറ്റില്ല. നമുക്ക് അയാളെ ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് അയാളെ താല്പര്യമില്ല അയാളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ. അവിടെ പോലും നമുക്ക് വളരെ മാന്യമായ രീതിയിൽ പെരുമാറാൻ പറ്റണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു നേച്ചർ ഉണ്ടായിരിക്കണം. നമ്മുടെ ക്യാരക്ടറിൽ ഒരു കമ്പാഷൻ എന്ന് പറയുന്ന ഒരു നേച്ചർ ഉണ്ടായിരിക്കണം. അപ്പൊ ഇത് മാരേജിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. കമ്പാഷൻ ആയിട്ടുള്ള ആൾ മറ്റേ ആളുടെ ലിമിറ്റേഷൻസിനെ മനസ്സിലാക്കാൻ കപ്പാസിറ്റി ഉള്ള ആളായിരിക്കും. നമുക്ക് പറയാം അയാൾക്ക് അങ്ങനെ ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ലിമിറ്റേഷൻസിൽ നിന്നുകൊണ്ട് എന്ത് മാത്രം അയാൾക്ക് ചെയ്യാൻ പറ്റും, ആ ലിമിറ്റേഷനെ മാനേജ് ചെയ്യാൻ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതൊക്കെ വരുന്നത് ഒരു കമ്പാഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഭയങ്കരമായിട്ട് അവിടെ റിയാക്ട് ചെയ്യും, നമ്മൾ എന്താ പറയുക അഗ്രസീവ് ആകാൻ സാധിക്കും, ചിലപ്പോൾ പാസീവ് ആകും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരും. അപ്പം ഒരു കമ്പാഷനേറ്റ് ഒരു റിലേഷൻഷിപ്പ് അല്ല, ആ റിലേഷൻഷിപ്പ് ഒരു കമ്പാഷനേറ്റ് അപ്രോച്ച് ആണെങ്കിൽ ഈവൻ ഒരു ടോക്സിക് പേഴ്സൻ്റെ അടുത്തുനിന്ന് പോലും നിങ്ങൾക്ക് മാന്യമായ രീതിയിൽ കാര്യങ്ങളെ ഡീൽ ചെയ്യാനായിട്ട് പറ്റും. കമ്പാഷൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരു കമ്പാഷനേറ്റ് കെയർ, സപ്പോർട്ട്, ഒരു ലവ്, അതുപോലെ തന്നെ നമ്മളൊരു കൺഫ്രണ്ടേഷൻ പോലും ഒരു കമ്പാഷൻ ഉള്ള ആൾ ചെയ്യുമ്പോൾ അതിന് വ്യത്യസ്തതയുണ്ട്. അത് അസേർട്ടീവ് ആകും, അത് ഇമോഷണലിയും അല്ലാതെയും ഒന്നും അത്തരം ഹേർട്ടായിട്ട് നമ്മൾ ചെയ്യൂല. പക്ഷെ നമ്മൾ നല്ല നമ്മൾ കമ്പാഷനേറ്റ്ലി ടഫ് എന്ന് പറയും. നമ്മൾ പലപ്പോഴും ആളുകളെ പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ വരുന്നവരെ നമ്മളൊക്കെ ബിൽഡ് ചെയ്ത് കൊടുക്കുന്ന ഒരു കാര്യമാണ് കമ്പാഷനേറ്റ്ലി ടഫ് ആകുക എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പിൽ നമുക്ക് ടഫ് ആകാം, പക്ഷെ അത് നല്ലൊരു കമ്പാഷനറ്റ്ലി ടഫ് ആകും. നമ്മൾ റഫ് ആൻഡ് ടഫ് ആകേണ്ട കാര്യമില്ല, അഗ്രസീവ്ലി ടഫ് ആകേണ്ട കാര്യമില്ല. പക്ഷെ നമുക്കൊരു കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു നല്ല ടഫായിട്ട് ഫേമായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നതും നമ്മളോട് ഏത് രീതിയിലുള്ള ബുദ്ധിമുട്ടായിട്ടുള്ള കോൺവെർസേഷൻ വരുമ്പോഴും ഹേർട്ട്ഫുൾ ആയിട്ട് വരും, കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ടഫ് ആൻഡ് ഫേം ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡും അപ്രോച്ചും ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്കറിയാം ആദ്യത്തേത് നമ്മൾ പറഞ്ഞു കോൺഫിഡൻസ് ആണ്, രണ്ടാമത്തത് കമ്പാഷനാണ്, മൂന്നാമത്തെ സി എന്ന് പറയുന്നതാണ് വളരെയേറെ നമ്മളൊരു മാരേജിലേക്ക് കൊടുക്കേണ്ട കാര്യമാണ്, വിച്ച് ഇസ് കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ കമ്മിറ്റഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പലപ്പോഴും ആൾക്കാർ വിചാരിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ കമ്മിറ്റഡ് ആണ്, ഐ ഗീവ് മൈ കംപ്ലീറ്റ് കമ്മിറ്റ്മെൻറ്റ് ടു ദിസ് പേഴ്സൺ അല്ല ശരിക്കും കമ്മിറ്റ്മെൻറ്റ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ ആ റിലേഷൻഷിപ്പിലാണ് കമ്മിറ്റ്മെൻറ്റ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മളെപ്പോഴും വർക്ക് ചെയ്യേണ്ടത് റിലേഷൻഷിപ്പിലാണ്. നമ്മളെല്ലാവരും ടാർഗറ്റ് ചെയ്യുന്ന വ്യക്തികളെയാണ്. എൻ്റെ ഭർത്താവ് അല്ലെങ്കിൽ എൻ്റെ ഭാര്യ എന്നുള്ള രീതിയിൽ മൈ ഹസ്ബൻഡ്, ഐ എം കമ്മിറ്റഡ് ടു മൈ ഹസ്ബൻഡ്, ഐ എം കമ്മിറ്റഡ് ടു മൈ വൈഫ്. അതിൽ കൂടുതൽ ഐ എം കമ്മിറ്റഡ് ടു അവർ റിലേഷൻഷിപ്പ്. എന്ത് ബ്യൂട്ടിഫുൾ ആണല്ലേ എന്ന്, ഐ എം കമ്മിറ്റഡ് ടു അവർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിലേക്കാണ് ഞാൻ കമ്മിറ്റഡ് ആയിരിക്കുന്നത്. ആ റിലേഷൻഷിപ്പിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒന്നിനും ഒരു കാര്യവും ഞാൻ സമ്മതിച്ച് തരത്തില്ല. അങ്ങനെയുള്ള ഒരു അപ്രോച്ച്, അതായത് ഐ എം ഫുള്ളി കമ്മിറ്റഡ് ടു ഇറ്റ്. എൻ്റെ എല്ലാ എഫേർട്ടും ഇതിനകത്തുണ്ടായിരിക്കും. അതുപോലെ തന്നെ ഞാൻ നോക്കും എൻ്റെ പാർട്ട്ണറും ഇതിനകത്ത് എങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ആ റിലേഷൻഷിപ്പിനെ ഏറ്റവും ബെസ്റ്റായിട്ടും ഏറ്റവും നല്ല രീതിയിലും കൊണ്ടുപോകാനായിട്ട് ഞാൻ ശ്രമിക്കും എന്നുള്ളതാണ് കമ്മിറ്റ്മെൻറ്റ്. അതിൽ ഓട്ടോമാറ്റിക്കായിട്ട് മറ്റേ വ്യക്തിയോടുള്ള കമ്മിറ്റ്മെൻറ്റ് അതിനകത്ത് വരുന്നുണ്ട്. ആരാണോ പാർട്ട്ണർ അവരോടുള്ള കമ്മിറ്റ്മെൻറ്റ് അതിനകത്ത് വരും തീർച്ചയായിട്ടും. പക്ഷെ നമ്മളെല്ലാം ആ റിലേഷൻഷിപ്പിനെ കൊണ്ടുപോകാനുള്ള രീതിയിലുള്ള കമ്മിറ്റ്മെൻറ്റാണ് ഏറ്റവും കൂടുതൽ നോക്കേണ്ടത്. അപ്പോൾ നമ്മുടെ മാരേജ് പ്രിപ്പറേഷൻ കോഴ്സസ് എല്ലാം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത് എല്ലാവർക്കും. അപ്പോൾ നമുക്ക് ഈ 3 C's അത് നമ്മുടെ തലയ്ക്കകത്ത് എപ്പോഴും ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു മാരേജിനെ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കി മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും. അതുപോലെ തന്നെ ഈ 3 C's ഉള്ള ആളുകളെയുമായിരിക്കും നമ്മളൊന്ന് ശ്രദ്ധിക്കും. നമുക്ക് ആ
വ്യക്തിയിൽ നിന്ന് അങ്ങനെ കിട്ടാനായിട്ട് സാധ്യതയുണ്ടോ എന്നുള്ളതും നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുന്ന കാര്യമാണ്. അപ്പോൾ നമ്മുടെ 3 C's നമ്മുടെ നമ്മുടെ കോൺഫിഡൻസ്, നമ്മുടെ കമ്പാഷൻ, അതുപോലെ തന്നെ നമ്മുടെ കമ്മിറ്റ്മെൻറ്റ്, ഈ 3 നമ്മുടെ മാരിറ്റൽ റിലേഷൻഷിപ്പിൽ ഉണ്ടെങ്കിൽ നമുക്ക് കാര്യങ്ങളെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. നല്ല രീതി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഹെൽത്തി റിലേഷൻഷിപ്പും ഒരു ഹെൽത്തി മൈൻഡും എല്ലാവർക്കുമുള്ള നല്ലൊരു പീസ്, ഹാപ്പിനെസ്, പ്രോഗ്രസീവായിട്ട് ജീവിതം എല്ലാവർക്കും പ്രദാനം ചെയ്യുന്ന 2 പേർക്കും, ലൈഫ് പാർട്ട്ണർഷിപ്പിലുള്ള 2 പേർക്കും അത് പ്രദാനം ചെയ്യുന്ന രീതിയിൽ ജീവിക്കുക, ആ സാഹചര്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമ്മളും ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ നല്ല രീതിയിൽ നിങ്ങളുടെ വിവാഹ ജീവിതത്തിലായാലും നിങ്ങളുടെ ഫാമിലി ലൈഫിലായാലും നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫിലായാലും എല്ലാ മേഖലകളിലും എല്ലാ രീതിയിലും ഉയർച്ചയോടുകൂടി ജീവിക്കാൻ സാധിക്കട്ടെ. അതിന് ദൈവം നമ്മെ എല്ലാം അനുഗ്രഹിക്കട്ടെ.